إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عليما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് നമ്മൾ എല്ലാവരും മടങ്ങും എന്ന ബോധത്തോടു കൂടി ഓരോ നിമിഷത്തെയും മുന്നോട്ടേക്ക് നീക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ജീവിത അവസാനം വരെ മരണം വരെ നമ്മുടെ ഈമാനും ആരോഗ്യവും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുൽ അൻഫാലിലെ 46-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിക്കപ്പെട്ടത്. കണ്ണിമ വെട്ടുന്ന വേഗത്തിലാണ് പകുതി നോമ്പ് നമ്മിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ പെട്ടെന്ന് സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂടുകാലമാണ്, എന്നാലും എടുത്തു പറയാൻ പറ്റുന്നത്ര ക്ഷീണം അനുഭവപ്പെടുന്നില്ല. നല്ല ചൂടുകാലമാണ്, എന്നാലും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ സമയവും ദിവസവും പെട്ടെന്ന് കഴിഞ്ഞുപോയി. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മള് കഴിഞ്ഞ രണ്ടാം ഖുതുബയിൽ സൂചിപ്പിച്ച ബദറിന്റെ ചില ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആയത്താണ് സൂറത്തുൽ അൻഫാലിൽ ഓതി കേൾപ്പിക്കപ്പെട്ടത്. ബദർ എന്ന് പറയുമ്പോ പൊതുവെ യുദ്ധമാണ് എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരിക. എന്നാൽ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു ബദർ. പൊതുവെ ചില ആളുകൾ നമുക്ക് ബദറാവേണ്ട മക്കളെ, വഹദാവേണ്ട മക്കളെ എന്നൊക്കെ പറയുമ്പോ കേൾക്കുന്നവർക്ക് തോന്നുക എന്തോ നമ്മുടെ എതിരാളികളെ കൊന്നൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണ് ബദർ എന്നാണ് പൊതുവെ തെറ്റിദ്ധരിച്ചത്. സത്യത്തിൽ സമാധാനത്തിന് വേണ്ടിയായിരുന്നു ബദർ അല്ലാഹു നടപ്പിലാക്കിയത്. മദീനയിലെത്തി, എന്നിട്ടും മുളയിലേ നുള്ളണം എന്ന ഒരു ചിന്ത അവർക്ക് വന്നു, ശത്രുക്കൾക്ക്. അങ്ങനെ എന്നും ഉപദ്രവവും അക്രമവും മാത്രമായി അവർ മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ വേരോടെ നശിപ്പിക്കാൻ ഇസ്ലാമിക സംഘത്തിന് നേരെ കച്ചവടത്തിന് പോകുമ്പോൾ പോലും ആക്രമിക്കാൻ തുടങ്ങിയപ്പോ
മുസ്ലിങ്ങൾ തീരുമാനിച്ചു ഇത് ശരിയാവില്ല. 13 കൊല്ലം ക്ഷമിക്കണം 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 എന്ന് പറഞ്ഞ അതേ ഖുർആനും അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു നോക്കിക്കാൻ പറ്റില്ല. കാരണം വേരോടെ പിഴുതെറിയാൻ ശ്രമിക്കുന്നവരെ തടയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ അവകാശ പോരാട്ടമായിരുന്നു ബദർ. ഒന്ന് സമാധാനത്തിന് വേണ്ടിയാണ്, 2 അവകാശ പോരാട്ടമാണ് ബദർ. അങ്ങനെയാണ് അബൂ സുഫിയാൻ അടങ്ങുന്ന 50 അംഗ സംഘം യാത്രക്ക് പോകുമ്പോ, അവർ കച്ചവടത്തിന് പോകുമ്പോ, കുറെ കാലമായല്ലോ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നത്, ആ വീർപ്പ് മുട്ടിക്കുന്നവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ, വീർപ്പ് മുട്ടിക്കുന്നവരോട് ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും. അതുകൊണ്ടാണ് എണ്ണത്തിൽ കുറഞ്ഞത്, അതുകൊണ്ടാണ് ആയുധങ്ങളില്ലാതെയും പുറപ്പെടാൻ തയ്യാറായത്. നമ്മള് മധ്യസ്ഥ ശ്രമത്തിന് സംസാരിക്കാൻ എങ്ങനെ പോവാ? അപ്പൊ ആ സംസാരത്തിന് വേണ്ടി, തടയുവാൻ വേണ്ടി മാത്രം പോയതാണ് എന്ന് പറഞ്ഞാൽ കുറെ കാലമായി സഹിക്കുന്നു. അപ്പൊ അബൂ സുഫിയാനെ പോലെയുള്ള പ്രമാണിമാരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഇനി ഒരു ശല്യപ്പെടുത്തൽ ഉണ്ടായാൽ നോക്കി നിൽക്കില്ല എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു ബദറിലേക്കുണ്ടായിരുന്ന യാത്ര. ബദർ എന്ന് പറയുമ്പോ ചന്ദ്രനാണ് ബദർ എന്ന് അറബിയിൽ പറയുക. ഖമർ, ഹിലാൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചന്ദ്രൻ. നമ്മള് ഹിലാല് കണ്ടു എന്നാണെന്ന് പറയാം മാസപ്പിറവിക്ക്. അതിനാണ് ആ ചെറിയ ചന്ദ്രനാണ് ഹിലാൽ എന്ന് പറയുക. ഖമർ എന്ന് പറഞ്ഞാൽ സാധാരണ ചന്ദ്രൻ. പൂർണ്ണ ചന്ദ്രന് ബദർ എന്നാണ് അറബിയിൽ പറയുക. അപ്പോ ചില ആളുകൾ പല അഭിപ്രായവും ബദർ എന്ന പേര് വരാനുള്ള കാരണമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കിണർ, ആ കിണറിൽ നോക്കുമ്പോ ചന്ദ്രനെ, പൂർണ്ണ നിലാവുള്ള ദിവസം ചന്ദ്രനെ അതുപോലെ കാണും ആ കിണറിൽ, അതുകൊണ്ടാണ് ബദർ എന്ന് പേര് വന്നത് എന്നൊക്കെ പറയപ്പെടുന്നു. പല അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ബുദ്ധിമതിയില്ല. അത് ഏതായാലും ബദർ ആ സ്ഥലത്തിന്റെ പേരാണ് എന്നുള്ളതാണ് കൂടുതൽ അംഗീകരിക്കപ്പെട്ട അഭിപ്രായം. എന്തായാലും ബദർ യുദ്ധം നമ്മുടെ വിഷയം അതാണ്. അപ്പൊ ബദർ യുദ്ധം എന്ന് പറയുമ്പോ മൂന്നാമതായി തഖ്വയും ഇഖ്ലാസും ആണ് നാം മനസ്സിലാക്കേണ്ടത്. നിയ്യത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നിയ്യത്ത് അതൊരു ഘടകമാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂബക്കർ, ഉമർ, അലി, അതേപോലെ തന്നെ ഉത്ബ, ഉബൈദ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ, ഹംസ റളിയല്ലാഹു പോലെയുള്ള സഹാബികൾ, അവർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ കൂട്ടത്തിൽ ഒരാള് പങ്കെടുത്തിട്ടില്ല. ഉസ്മാൻ എന്നാണ് പങ്കെടുത്തിട്ടില്ല. മറ്റൊരാൾ സഅദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉസ്മാൻ എന്നാണ് പങ്കെടുത്തിട്ടില്ല. എന്താ കാരണം? യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ അബൂബക്കർ, ഉമർ, അലി, ഹംസ റളിയല്ലാഹു അൻഹു പുറപ്പെടുമ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യക്ക് അസുഖമായി. അദ്ദേഹം തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ എന്ന് പറഞ്ഞാലാണ് റസൂലുള്ളാഹിയുടെ മകളാണ്, റുഖയ്യ ബീവിയാണ്. അപ്പൊ റുഖയ്യ ബീവിക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യക്ക് അസുഖമായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ ജിഹാദ് നിങ്ങളുടെ വീട്ടിലാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു യുദ്ധത്തിൽ പുറപ്പെട്ടിരുന്നില്ല, പങ്കെടുത്തിരുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ യുദ്ധത്തിൽ പങ്കെടുത്തവനാണ് ഉസ്മാൻ. എന്താ കാരണം? നിയ്യത്താണ് വിഷയം. അവിടെയാണ് നിയ്യത്തിന്റെ പ്രാധാന്യം. ഉസ്മാൻ റളിയല്ലാഹു യുദ്ധത്തിന് പുറപ്പെടുമ്പോഴായിരുന്നു തന്റെ ഭാര്യക്ക് അസുഖമായത്. തന്റെ മനസ്സ് ബദറിന്റെ കൂടെയാണ്, മനസ്സ് ബദറാളികളുടെ കൂടെയാണ്, മനസ്സ് റസൂലുള്ളാഹിയുടെ കൂടെയാണ്, മനസ്സ് മുഴുവൻ മുസ്ലിങ്ങളുടെ കൂടെയാണ്. പക്ഷെ ശരീരം കൊണ്ട് പുറപ്പെടാൻ പറ്റാത്തതിന്റെ കാരണം ശരഈയായ കാരണമാണ്. തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ ഉമ്മ അസുഖമായി കിടക്കുമ്പോ അവരെ ചികിത്സിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന ഇസ്ലാമിന്റെ പാഠം ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ അവിടെ റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങളുടെ ജിഹാദ് നിങ്ങളുടെ വീട്ടിലാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ റുഖയ്യ ബീവി, റസൂലുള്ളാഹിയുടെ മകൾ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ മരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. എന്തോ ആവട്ടെ, അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നിയ്യത്തിന് അമിതമായ പ്രാധാന്യമുണ്ട്. അല്ല, നിയ്യത്ത് തന്നെയാണ് പ്രാധാന്യം. ഇവിടെയാണ് ലാ യൻദുറു ഇലാ അജ്സാദികും വലാ ഇലാ സുവരികും ഇന്നല്ലാഹ ലാ യൻദുറു
ഇല അജ്സാമികും വലാ ഇല സുവരികും വലാകിൻ യൻദുറു ഇല ഖുലൂബികും. അള്ളാഹു നോട്ടം ഇടുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ല, നിങ്ങളുടെ കൽബിലേക്കാണ് എന്ന ഹദീസ് ഒന്നുകൂടി ഇവിടെ നമുക്ക് വ്യക്തമാണ്. കാരണം ഉസ്മാന്റെ ശരീരമുള്ളത് തന്റെ വീട്ടിലാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കൽബുള്ളത് ബദറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജുമാത്തിരിക്കുമ്പോ നമ്മുടെ കൽബ് എവിടെയാണ് അതിനനുസരിച്ചാണ് ഈമാൻ, അതിനനുസരിച്ചാണ് പ്രതിഫലം. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ബക്കറ്റിൽ നാം നിക്ഷേപിക്കുന്ന ചെറിയ തുകക്കല്ല പ്രതിഫലം, ആ തുകയുമായി ബന്ധപ്പെട്ട നമ്മുടെ കൽബിലാണ് പ്രതിഫലം, നമ്മുടെ ഈമാൻ, അതിനാണ് കൂലി. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയ്യത്ത് എപ്പോഴും നന്നാക്കിക്കൊണ്ടേയിരിക്കണം, നമ്മുടെ ഇഖ്ലാസ് എപ്പോഴും ശുദ്ധമാവണം, നമ്മുടെ തഖ്വ ക്ലിയർ ആയിരിക്കണം. രണ്ടാമതായി ബദറിനെ കുറിച്ച് പറഞ്ഞപ്പോ സഅദ് ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു, സഅദ് മകനാണ്, ഹൈസം ഉപ്പയാണ്. ഉപ്പയും മകനും രണ്ടുപേരും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി. അങ്ങനെ രണ്ടുപേരും തർക്കമായപ്പോ ഉപ്പാക്കും വാശി ഉമ്മവനും വാശി പങ്കെടുക്കണമെന്ന്, പക്ഷെ രണ്ടാളും പോകാൻ പറ്റൂല. അങ്ങനെ നെറുക്കിട്ടു. നെറുക്ക് വീഴുന്നത് മകനായിരുന്നു. മകൻ നെറുക്ക് വീണ് യുദ്ധത്തിന് തയ്യാറായി. ഉപ്പ മകനോട് അപേക്ഷിക്കുകയാണ്, മോനെ നിനക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാലോ. ഉമ്മനെ അങ്ങനെയാണല്ലോ പറയാ, നിങ്ങളൊക്കെ പ്രായമായില്ലേ, അതുകൊണ്ട് മകൻ യുദ്ധത്തിൽ തൽക്കാലം പോകണ്ട, മകൻ ഇനിയും ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വരാനുണ്ട്, എനിക്ക് പ്രായമായി, ഇതിനെനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോകാം. മകൻ പറഞ്ഞു, ഉപ്പ ഇത് സ്വർഗത്തിന്റെ കാര്യമാണ്, ഇത് പരലോക കാര്യമാണ്, ഇത് ഞാൻ ഉപ്പക്ക് വിട്ടുതരൂല. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുന്നു, ഷഹീദാകുന്നു. ഇവിടെ ഒരു വീട്ടിൽ നടന്ന, കുടുംബത്തിൽ നടന്ന ചർച്ചയാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കാറുണ്ടോ? ഉപ്പ പള്ളിയിൽ ജമാഅത്തിന് പോകുന്നു, രാവിലെ സുബഹിക്ക് എഴുന്നേറ്റുകൊണ്ട് 5:15 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്റെ മകൻ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടോ എങ്കിൽ ബദർ കേൾക്കുവാനും പറയുവാനും നമുക്ക് എന്ത് അർഹതയാണ് ഉള്ളത്? സഅദിന്റെയും ഹൈതമയുടെയും ചരിത്രം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ സഅദായി മാറേണ്ടതുണ്ട്, നമ്മുടെ പിതാക്കന്മാർ ഹൈതമായി മാറേണ്ടതുണ്ട്. നമുക്ക് സഅദിനെ വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ സഅദുമാർ വളർന്നിട്ടുണ്ടോ? പള്ളിയിലേക്ക് വരുമ്പോ മോനെ വാ മോനെ എന്ന് വിളിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ മോന് നല്ല ആരോഗ്യമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല മാർക്കാണ്, എല്ലാം ഫസ്റ്റ് ക്ലാസ് ആണ് എന്ന് പറയുന്നതോടുകൂടി എന്റെ മകൻ ദീനിന്റെ വിഷയത്തിൽ എനിക്ക് മുന്നിലാണ് എന്ന് പറയാൻ നമുക്ക് കഴിയാറുണ്ടോ? കഴിയേണ്ടതുണ്ട്. മൂന്നാമതായി നാം ഓർക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉമർ ചെറിയ പ്രായമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അബൂ വഖാസിന്റെ മകനാണ്. ഉമർ ഇബ്നു അബീ വഖാസ്. ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് അനുവാദം കൊടുത്തിട്ടില്ല ഉമൈറിന്. അങ്ങനെ ഉമർ തന്റെ കാലുകൾ ഉയർത്തി വെച്ചു, നീളം കൂടി എന്ന് കാണിക്കാൻ. അങ്ങനെ താല്പര്യം കാരണം ഉമൈറിന് അനുവാദം കൊടുത്തു യുദ്ധത്തിൽ പങ്കെടുക്കാൻ. അങ്ങനെ യുദ്ധത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. റസൂലുള്ളാഹിയുടെ മുന്നിൽ പെടാതെ ഉമർ അങ്ങനെ ഒളിച്ചൊളിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോ ഉപ്പ ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും മുങ്ങി കളിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, റസൂലുള്ളാഹി കണ്ടുകൊണ്ടേയിരിക്കുമ്പോ ചിലപ്പോ ഞാൻ കുട്ടിയാണല്ലോ, വീണല്ലോ, അപ്പൊ വീണ്ടും റസൂലുള്ളാഹിക്ക് പങ്കെടുക്കണ്ട എന്ന് പറയാൻ തോന്നിയാലോ എന്ന് പേടിച്ചിട്ടാണ് എന്ന്. ഇതൊരു താല്പര്യമാണ്. ഈ ഒരു താല്പര്യം നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് പള്ളിയിൽ വരുന്ന വിഷയത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ജിഹാദ് പറയാൻ, ബദർ കേൾക്കാൻ നമുക്ക് എന്താണ് അറിയേണ്ടത്? ഉമർ ഇബ്നു അബീ വഖാസിന്റെ ചരിത്രം നമ്മുടെ വീട്ടിൽ പ്രാവർത്തികമാക്കേണ്ടതില്ലേ? കുട്ടികളെ നാം ഇതുപോലെ മക്കളായി വളരേണ്ടതില്ലേ? നാം ഹൈതമിന്റെ കീഴിലുള്ള സാഹചര്യം പോലെ മക്കളെ നമ്മൾ ആവേണ്ടതില്ലേ? എന്താണ് മാർഗം? ബദർ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള മാർഗം. ജബൽ റളിയല്ലാഹുവിന്റെ ചരിത്രവും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ബദറിലേക്ക് പോകുമ്പോ ഇവർ കാണുന്ന ചരിത്രം എന്താണ്? ശത്രുവിനെ അടിച്ചു തോൽപ്പിക്കുക, പരിപ്പെടുക്കുക എന്നതായിരുന്നില്ല. എന്താ അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? അവിടെ അള്ളാഹുവിനെ നിഷേധിച്ചതാണോ? അല്ല. അവർ യുക്തിവാദികളായിരുന്നോ? അല്ല. ചില യുക്തിവാദികൾ ഇസ്ലാമിന്റെ പേരിൽ രംഗത്തിറങ്ങുമ്പോ
നമുക്ക് അവരെ കൊന്നൊടുക്കണം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടൊന്നും കാര്യവുമില്ല. മറിച്ച് ആ കാലഘട്ടത്തിൽ അബൂജഹൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു. അബൂജഹലിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ അയ്യുനാ അഖ്തഉ റഹ്മ അല്ലാഹുമ്മ അൻസുർ അലൽ ജുൻദയീൻ വആതാനാ ബിമാ ലാ തഅരിഫ് ഫഅഹിൻഹുൽ ഗദാത്. വലിയ പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങൾ പഠിക്കേണ്ട പ്രാർത്ഥനയാണ് സത്യത്തിൽ. എന്താ? അല്ലാഹുമ്മ അഖ്തഇനാ, അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഛിദ്രവധം നടത്തിയവനാണ് അവൻ. അല്ലാഹുമ്മ അഖ്തഇനാ റഹ്മ, നമ്മൾ കുടുംബ ബന്ധത്തെ ഛേദിച്ചവരാണ്, കുടുംബ ബന്ധത്തെ മുറിച്ചവരാണ് ഇവൻ. ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വആതാനാ ബിമാ ലാ തഅരിഫ്, ഇവിടെ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത കുറെ പുതിയ കാര്യങ്ങൾ പറഞ്ഞവനാണ് ഇവൻ. ഫഅഹിൻഹുൽ ഗദാത്, അതുകൊണ്ട് അല്ലാഹുവേ ഇവനെ നീ നിന്ദിക്കണേ എന്നാണ്. ആ പ്രാർത്ഥനയുടെ പവർ നോക്കിയത്. ആ പ്രാർത്ഥനയുടെ പവർ ഇല്ലേ? നമ്മുടെ കുടുംബശത്രുത ഉണ്ടാക്കിയ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന, നമ്മിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന ഈ മനുഷ്യനുണ്ടല്ലോ, നാളെ രാവിലെയാണ്, പകലാണ് യുദ്ധം നടക്കുക, തലേന്ന് രാത്രിയാണ് പ്രാർത്ഥിക്കുന്നത്, നാളെ രാവിലെ ഇവനെ നീ നിന്ദിക്കണേ എന്നാണ്, നശിപ്പിക്കണേ എന്നാണ്. നാശത്തിന് വേണ്ടി ശാപ പ്രാർത്ഥനയാണ് അബൂജഹൽ നടത്തിയത്. ആരോട്? അല്ലാഹുവോടാണ് പ്രാർത്ഥിച്ചത്. എവിടെ പോയിട്ടാ? കഅബയിൽ പോയിട്ടാണ്. എവിടെ പിടിച്ച? കഅബയുടെ തിണ്ണ പിടിച്ചിട്ടാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അബൂജഹലിന്റെ ചരിത്രവും നാം ചരിത്രത്തിൽ വായിക്കുവാൻ കഴിയുന്നു. ദിവസങ്ങളായി, മണിക്കൂറുകളായി, മിനിറ്റുകളായി പ്രാർത്ഥിച്ച് യുദ്ധക്കളത്തിലേക്ക് എത്തുന്നു. ഒരു പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ ഗുണപാഠം അതാണ്. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മക്കൾ പരീക്ഷയ്ക്ക് പുറപ്പെടുമ്പോ, നാം വാഹനത്തിൽ കയറുമ്പോ, ദീർഘയാത്രക്ക് പുറപ്പെടുമ്പോ, വലിയ വീട് നിർമ്മാണത്തിന് പുറപ്പെടുമ്പോ, വലിയ കർമ്മങ്ങൾക്ക് പുറപ്പെടുമ്പോ, ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുമ്പോ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് പുറപ്പെടുമ്പോഴും പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? കൈകൾ ഉയർത്തിയിരുന്നു. തന്റെ കക്ഷങ്ങൾ കണ്ടിരുന്നു പ്രാർത്ഥനയിൽ. കൈകൾ ആകാശലോകത്തേക്ക് ഉയർത്തി. എന്നിട്ട് അല്ലാഹുവിനെ വിളിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുകയാണ്, നബിയേ, നിങ്ങളുടെ കഴുത്തിൽ നിന്നും ആ ഷാള് നിലത്ത് വീഴുമ്പോ ആ ഷാള് അബൂബക്കർ എടുക്കുകയാണ്. അബൂബക്കർ റസൂലുള്ളാഹി കൈ ഇങ്ങനെ ഉയർത്തി ആ ഷാൾ ഇങ്ങനെ വീഴായിരുന്നു. അബൂബക്കർ ഷാൾ എടുത്തുകൊണ്ട് പറഞ്ഞു, നിർത്ത് നബിയെ, നിർത്ത്. എന്തിനാ? നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കുന്നവനാണ് അല്ലാഹു. നമ്മൾ വിജയിക്കുന്നതിനുള്ള കരാറാണ്. പിന്നെ എന്തിന് പ്രാർത്ഥിക്കണമെന്നാണ്. അവിടെയാണ് പ്രാർത്ഥനയുടെ മഹത്വം. നമ്മള് രാവിലെ 10 മണിക്ക് നടക്കുന്ന സംഗതി സുബഹിക്ക് ശേഷം പ്രാർത്ഥിക്കും. പിന്നെ 10 മണി വരെ നമ്മുടെ നാവിൻ തുമ്പത്ത് പോലും പ്രാർത്ഥനയുടെ അക്ഷരങ്ങൾ പോലും പലപ്പോഴും വരാറില്ല. അവിടെയാണ്. അങ്ങനെയല്ല. പ്രാർത്ഥന എന്നുള്ളത് അതും ഒരു നിരന്തരമായി, തുടർപ്രവർത്തനമായി, തുടർച്ചയായി വരേണ്ട ഒരു സംഗതിയാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ കുറെ പ്രാർത്ഥിച്ചല്ലോ പക്ഷെ ഒന്നും ഫലം കണ്ടില്ല എന്ന. കുറെ എന്ന് പറഞ്ഞാൽ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? ഒരു തുടർ പ്രവർത്തനമായിട്ടുണ്ടോ നമ്മുടെ പ്രാർത്ഥന? ഒരു തുടർ പ്രവർത്തനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നടത്തിയത്. ആ ബദറിൽ ഒരുമിച്ച് കൂടിയത് മുതൽ യുദ്ധം തുടങ്ങുന്നത് വരെ അല്ല, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥനയായിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതുപോലെ ഒരു 12 മണിക്കൂർ തുടർച്ചയായി ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ഒരേ വിഷയം തന്നെ പ്രാർത്ഥിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനക്ക് ഫലം കിട്ടിയത് തുടർച്ചയായിരുന്നു. നാലാമതായി അല്ലാഹു പറഞ്ഞത് ദിക്ർ ചെയ്യണമെന്നാണ്. ഒരു കാര്യം സാധിക്കണമെങ്കിൽ, ഒരു കാര്യം നടപ്പിലാവണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവണമെങ്കിൽ തുടർച്ചയായ ദിക്ർ ഉണ്ടാവണം. ദിക്ർ തുടർച്ചയുണ്ടോ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. തുടർച്ചയായ ദിക്ർ ഉണ്ടോ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ഇതാണ് റസൂലുള്ളാഹിക്ക് ബദറിൽ ലഭിച്ച മറ്റൊരു കാര്യം. തുടർച്ചയായ ദിക്ർ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അത് തുടർ പ്രവർത്തനമായിരുന്നു, നിന്നിട്ടില്ല. തുടർച്ചയായുണ്ടായ പ്രവർത്തനമായിരുന്നു അവിടെ ദിക്ർ എന്നുള്ളതാണ്. അഞ്ചാമതായി നാം ഓർക്കേണ്ടത് അല്ലാഹുവിന്റെ റുബൂബിയ്യത്തും അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തും അല്ലാഹുവിന്റെ അസ്മാഉ വസിഫാത്തും അംഗീകരിച്ചിരുന്നു. അല്ലാഹുവാണ് സൃഷ്ടാവ്,
അള്ളാഹുവെ ഇതാ ഇന്ന പ്രശ്നം എന്ന് പറയുമ്പോ നീയാണ് ആകാശത്തെ നിയന്ത്രിച്ചവൻ, നീയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, നീയാണ് മഴ വർഷിപ്പിക്കുന്നവൻ, ഇതാണ് അള്ളാഹു റബ്ബ് അള്ളയാണ് എന്ന് അംഗീകരിച്ചിരുന്നു. പ്രഖ്യാപിക്കുക പ്രാർത്ഥനയിൽ. കൂട്ടത്തിൽ അള്ളാഹുവെ നിന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഇലാഹു അള്ളയാണ്, അതും പ്രഖ്യാപിക്കുക പ്രാർത്ഥനയിൽ. മൂന്നാമതായി അള്ളാഹുവിന്റെ നാമങ്ങൾ 99 നാമഗുണവിശേഷണങ്ങളുണ്ടല്ലോ, ആ നാമങ്ങൾ ഒന്നെങ്കിലും എടുത്തു പറയുക പ്രാർത്ഥനയിൽ. അങ്ങനെ അള്ളാഹുവിന്റെ റബ്ബ് അള്ളയാണ്, ഇലാഹ് അള്ളയാണ്, അള്ളാഹുവിന്റെ ഹയ്യുൽ ഖയ്യൂമാണ് എന്നിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇതും ബദറിൽ നാം കണ്ടിരുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പടച്ചവനെ എന്റെ മോക്ക് തീരെ സുഖമില്ല, നീ ശിഫിയാക്കണേ അല്ല എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിനെ ലോകത്ത് നിയന്ത്രിക്കുന്ന റബ്ബേ, നീയാണ് രോഗം തരുന്നവൻ അല്ലാഹ്, നീയാണ് ശിഫിയാക്കുന്നത് അല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവേ എന്റെ മകൾ രോഗം നീ ശിഫിയാക്കണം എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്വർഗത്തെ ഓർക്കേണ്ടതുണ്ട്. ഈ അമലത്തെ സ്വർഗം തെറ്റാനാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് ഓർക്കാം. റസൂലിനെ യുദ്ധത്തിലേക്കല്ല വിളിച്ചത്. റസൂലിനെ വിളിച്ചത് നിങ്ങളെല്ലാവരും വരൂ ഇലാ ജന്ന, ഇലാ ജന്ന അല്ലതി അർളുഹ അസ്സമാവാതു വൽ അർള്. നമ്മളെന്താ വിചാരിച്ചിട്ടുണ്ടാവുക, എല്ലാവരും യുദ്ധം ചെയ്യാവുക എന്ന് വിളിച്ചു എന്നാണ് സമൂഹം വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് നിങ്ങളെല്ലാവരും സ്വർഗത്തിലേക്ക് വരൂ, ആകാശങ്ങളെക്കാളും ഭൂമിയേക്കാളും വിശാലമായ സ്വർഗത്തിലേക്ക് വാ എന്നാണ് റസൂലിനെ വിളിച്ചത്. യുദ്ധത്തിലേക്ക് വാ എന്നായിരുന്നില്ല, സ്വർഗത്തിലേക്ക് വാ എന്ന് വിളിച്ചു. എല്ലാവരും വിളി കേട്ടു. അപ്പോഴാണ് ഉമറുള്ളാഹി ഈത്തപ്പഴം തിന്നുകയായിരുന്നു. അദ്ദേഹം ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈത്തപ്പഴം ചവച്ചു തുപ്പി. എന്നിട്ട് വേഗം വന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഉമർ നീ അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോ റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഞാൻ സ്വർഗം എന്ന് കേട്ടപ്പോ എനിക്കത് കിട്ടോ എന്ന് ആഗ്രഹിച്ചു, കിട്ടുമെന്ന് ആഗ്രഹിച്ചു, എനിക്കത് കിട്ടോ, ഞാനിതൊക്കെ ഒഴിവാക്കി വരാൻ തയ്യാറാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നീ ആ സ്വർഗത്തിന്റെ ആളിൽ പെട്ടവനാണ്. ബദർ ഓർക്കുമ്പോ നമ്മൾ ഓർക്കേണ്ടത് സ്വർഗമാണ്. ഈ റമളാനിൽ ഈ പള്ളിയിൽ ഇരിക്കുമ്പോ ഈ പള്ളിയിലേക്ക് വരാനുള്ള പ്രേരണ നമുക്കുണ്ടായത് സ്വർഗമാണ്. സ്വർഗത്തിന്റെ പ്രത്യേകത അത് വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞതാണ്, മുത്തഖികൾക്ക് തയ്യാറാക്കപ്പെട്ടതാണ്. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് സ്വർഗം. ആ സ്വർഗമാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ നീ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ജന്നാത്തുൽ ഫിർദൗസ് കിട്ടാനാണ്. ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതോടൊപ്പം തന്നെ തൗഫീഖാണ്. എല്ലാത്തിനും അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടാവണം. അബൂ താലിബിന്റെ ചരിത്രം പലപ്പോഴും നാം ഓർക്കാറുള്ളതാണ്. അബൂ താലിബ് പേര് കേൾക്കുമ്പോ പലപ്പോഴും നമുക്ക് റളിയല്ലാഹു എന്ന് പറയാൻ തോന്നിപ്പോകും. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി, എല്ലാ രംഗത്തും സഹായകമായിരുന്നു. റസൂലുള്ളാഹി ദുഃഖവർഷം എന്ന് വിളിച്ചത് 2 പേരുടെ മരണമാണ്. ഒന്ന് അബൂ താലിബിന്റെ മരണം, മറ്റൊന്ന് ഭാര്യ ഖദീജ ബിയുടെ മരണമാണ്. ചരിത്രം അങ്ങനെ വിളിച്ചത് ദുഃഖവർഷം എന്ന്. ആ അബൂ താലിബ് മരണക്കിടക്കയിൽ കിടക്കുമ്പോ അദ്ദേഹം പാടിയ പാട്ട് വളരെ ചരിത്രത്തിൽ വന്നതാണ്. എന്താ അദ്ദേഹം പാടിയത്? മുഹമ്മദേ നിന്റെ മതമാണ്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന. എനിക്കറിയാം മുഹമ്മദ്, നിന്റെ മതം അതാണ് ഏറ്റവും നല്ല മതം. എങ്ങനെ? മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന. ലോകത്തുള്ള എല്ലാ മതങ്ങളെക്കാളും എല്ലാ ദീനിനേക്കാളും ഏറ്റവും നല്ല ദീൻ നിന്റെ മതമാണ് എന്നെനിക്കറിയാം. അത് പലപ്പോഴും ആയിഷ മൈമൂന്റെ പേരിൽ പറയപ്പെടാറുണ്ട് ഈ വരികൾ. ഇന്ന് എനിക്ക് അഭിമാനം, നാളെ മതം എന്നാണ്. അറിയാതിട്ടല്ല. അപ്പൊ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് കിട്ടൂ, തൗഫീഖ് ഉണ്ടെങ്കിൽ ഈമാൻ കിട്ടൂ, തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൽമു കിട്ടൂ. ഇപ്പൊ എത്ര ആളുകളുടെ റോഡിൽ നടന്നു തറാവീഹിന്റെ സമയം എല്ലാവരും പള്ളി പോകാറുണ്ട്, ഇല്ല, അത് തൗഫീഖ് ഇല്ല. അപ്പൊ അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ ബദറിൽ പങ്കെടുത്തവർക്ക് ലഭിച്ചത് അല്ലാഹുവിന്റെ തൗഫീഖാണ്. ബദറിൽ വിജയിക്കാൻ കാരണം അല്ലാഹുവിന്റെ തൗഫീഖാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്താണ് കാര്യങ്ങൾ.
അങ്ങനെയാണെങ്കിൽ ബദർ വിജയം അള്ളാന്റെ കണക്കേ നടക്കുകയുള്ളൂ. 313 സഹാബികളും 950 മുശ്രിക്കുകളും ജയിച്ചതും മുസ്ലിങ്ങളാൽ. എന്താ? അള്ളാന്റെ കണക്കൂട്ടൽ അങ്ങനെയാണ്. അള്ളാഹ് അതിനനുസരിച്ച് അവിടെ മഴയിപ്പിച്ചു, ആ യുദ്ധക്കാരനെ തയ്യാറാക്കി, ആ രൂപത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി അള്ളാഹു മനക്കലയച്ചു. അത് അള്ളാന്റെ കണക്കൂട്ടൽ എങ്ങനെയാണ്? അപ്പൊ അള്ളാഹ് കണക്കാക്കിയതേ നടക്കുള്ളൂ, അള്ളാഹു കണക്കാക്കിയില്ലേ നടക്കൂല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. സ്കാരസം പറയുന്ന പ്രാർത്ഥനയാണ്. അള്ളാഹ് തടഞ്ഞത് നൽകാൻ, നൽകിയത് തടയാൻ ഒരു പടപ്പുകൾക്കും കഴിയില്ല. അള്ളാഹുവിന്റെ ഖദറ് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട്, ആ ജനങ്ങളോട്, ആ ശത്രുക്കളോട് ഒക്കെ ചോദിച്ചത്, നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താ അള്ളാഹുവിന് ഗാംഭീര്യം കൊടുക്കാത്തത്, അള്ളാഹ് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു എന്താണോ കണക്കാക്കിയത് അത് നമുക്കറിയാൻ കഴിയില്ല. അള്ളാഹ് കണക്ക് കൂട്ടിയെന്ന് നടക്കുള്ളൂ. കച്ചവടം അങ്ങനെ പൊടി പിടിച്ച് വൻ ലാഭവുമായി നടന്നു പോകുമ്പോ, ഒരു സുപ്രഭാതത്തിൽ ഒറ്റ ഇടിയിടിക്കുമ്പോ ടെൻഷൻ ആവണ്ട. അള്ളാഹ് അത് കണക്കൂട്ടിയിരുന്നു. ഇത്രാം തീയതി ഇത്ര മണിക്ക് നിനക്ക് ഇന്ന നഷ്ടം ഉണ്ടാകും. അത് അള്ളാഹുടെ തീരുമാനമായിരുന്നു. അതേ നടക്കുള്ളൂ. ബദറിൽ അള്ളാഹുടെ കണക്ക് കൂട്ടലാണ് നടന്നിട്ടുള്ളത് എന്നാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു പാലിൽ നിന്നും വെണ്ണയെ കടഞ്ഞെടുക്കുന്നത് പോലെ 13 വർഷം അള്ളാഹു കടഞ്ഞെടുത്തു ഈ സമൂഹത്തെ. അല്ലെ, മദീനയിലെത്തുന്ന യുദ്ധം ഉണ്ടായിട്ടില്ലല്ലോ. ആ 13 വർഷം വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ കടഞ്ഞെടുത്തിൽ എന്തൊരു സഹനശക്തി പഠിപ്പിക്കാൻ, സഹനശീലം പഠിപ്പിക്കാൻ. ആ സഹനശീലത്തിലൂടെയാണ് അവർ നേതൃത്വത്തെ അനുസരിക്കുന്ന നല്ലൊരു മനുഷ്യന്മാരായി മാറിയത്. എല്ലാവരും പറഞ്ഞല്ലേ, നബിയെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാ. അത് പറയുമ്പോ ഖുർആൻ പഠിപ്പിച്ചത് നേതൃത്വം അതുപോലെയാവണമെന്നാണ്. നേതൃത്വം ഇഖ്ലാസ് ഉള്ളവരാവണം. ഇഖ്ലാസ് ഉള്ളവരെ നേതൃത്വം ഏൽപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരാളോട് അങ്ങോട്ട് ചിരിച്ചാല് ഇങ്ങോട്ട് തിരിച്ച് ചിരി കിട്ടുള്ളൂ എന്ന്, ഒരാൾ അങ്ങോട്ട് ബഹുമാനിച്ചാല് ഇങ്ങോട്ട് ബഹുമാനം കിട്ടുള്ളൂ എന്ന്. അപ്പൊ ഇങ്ങോട്ട് അനുസരിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് അനുസരിക്കാൻ തയ്യാറാവണം. അനുസരിക്കുന്നവരെ മാത്രമേ അനുസരിക്കപ്പെടുകയുള്ളൂ. ഇത് പൊതുതത്വമാണ്. അപ്പോ അവിടെ സമൂഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ എന്താ പാടില്ല, ഭിന്നിക്കാൻ പാടില്ല. മിഖ്ദാദുള്ള ഒന്ന് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടാൻ റസൂൽ ഓരോ കൽപ്പനകൾ പറയാൻ. അപ്പോ റസൂലിനെ ചോദിക്കാൻ, അല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ തീരുമാനിക്കണോ? മിഖ്ദാദുള്ള എന്ന് പറഞ്ഞില്ല. ആ മൂസ നബിയോട് അന്നത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നു, മൂസ നീയും നിന്റെ റബ്ബും പോയി പൊരുതിക്കോ, ഞങ്ങളോട് ഇരിക്കട്ടെ, നീ പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല. നബിയെ നിങ്ങളും നിങ്ങളുടെ റബ്ബും പുറപ്പെടുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പോരാടുന്നവരായിരിക്കും എന്ന് ഞങ്ങൾ പറയും. നബിയെ നിങ്ങൾ നടുക്കടലിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങളോട് കൽപ്പിച്ചാൽ ഞങ്ങൾ അതും ചെയ്യാൻ തയ്യാറാണ്. ആ രൂപത്തിൽ ആ അനുയായികൾ അനുസരിക്കാൻ തയ്യാറായി. സ്നേഹമുണ്ടായിരുന്നു, ഐക്യമുണ്ടായിരുന്നു. കൂടുതൽ മറ്റൊരു ഗുണപാഠമുള്ളത് കൂടിയാലോചന നടത്തണമെന്നുള്ളതാണ്. ഒറ്റയ്ക്കുള്ള വൺ ഷോ നമുക്കുണ്ടാകാൻ പാടില്ല. കുടുംബത്തിലായാലും വീട്ടിലായാലും സ്ഥാപനത്തിലായാലും എവിടെയായാലും നാം തീരുമാനമുണ്ടാവണം. അതിൽ കൂടിയാലോചന നിർബന്ധമാണ്. കൂടിയാലോചനയിലൂടെ നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരണം. എന്തുകൊണ്ടാണ്? അവനവന്റെ അഭിപ്രായങ്ങളിൽ തെറ്റുമാകാം ശരിയുമാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും അവരോട് അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് കൃത്യമായി ചരിത്രം പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. നമുക്കുള്ള ഗുണപാഠം അത് തന്നെയാണ്. കൂടിയാലോചന വേണം. നമ്മുടെ വീട്ടിൽ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ നല്ല കുടുംബത്തെ വാർത്തെടുക്കാൻ പറയുന്ന അഭിപ്രായം, ചെറിയ കുട്ടിയാണെങ്കിലും കുട്ടികളോട് പോലും അഭിപ്രായം ചോദിക്കണം എന്നാണ്. കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ അഭിപ്രായമുള്ളവരായി വളരാൻ കുട്ടികളുടെ അഭിപ്രായം ചോദിക്കണം എന്നാണ് പറയുന്നത്, അല്ലെ? 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓരോ വിളിക്കുക, അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുക എന്ന് ആവശ്യത്തിലേക്കാൻ പോകുന്നില്ല. അപ്പോ കൂടിയാലോചന നിർബന്ധമാണ് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണ് ക്ഷമ എന്നുള്ളത്. നോമ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ,
മോശമായ വാക്കുപയോഗിക്കുകയാണെങ്കിൽ നോമ്പ് കാര്യമില്ല. അതേപോലെ 13 കൊല്ലം സഹനശീലം പഠിപ്പിച്ചു. അതിനുശേഷമാണ് ബദറിലേക്ക് പോയത്. അതുകൊണ്ട് അവർക്ക് എടുത്തുചാട്ടുണ്ടായിട്ടില്ല, അവിവേകം ഉണ്ടായിട്ടില്ല, അല്ലെ, വികാര ജീവികളായിട്ടില്ല. പക്വതയോടെ പെരുമാറി. എന്താണോ നേതൃത്വം പറഞ്ഞത്, എന്താണോ നേതാവ് പറഞ്ഞത്, എന്താണോ റസൂലുള്ളാഹി പറഞ്ഞത്, അത് അനുസരിക്കാൻ അവർ തയ്യാറായി. അതിനപ്പുറം ഒന്നും അവർ തയ്യാറായിട്ടില്ല. ആരോടാ പോരാടുന്നത്? കുടുംബങ്ങള്, മകൻ, ഉപ്പ, എളപ്പ, മൂത്താപ്പ, കാരണവര്, ഇവരൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ അതിന്റെയൊക്കെ പിന്നിലുണ്ടായിരുന്ന വികാരം അവനവന്റെ ഈമാനായിരുന്നു, അവനവന്റെ തഖ്വയായിരുന്നു. അവന്റെ തഖ്വയുടെ മാനദണ്ഡം ഖുർആൻ പറഞ്ഞതുപോലെ ഹഖ് വിജയിക്കാനാണ്. മാത്രമല്ല അന്യായം പരാജയപ്പെടുത്താനാണ് അവരുടെ ലക്ഷ്യം. അത് മാത്രമേ ഉള്ളൂ. അതിർത്തി തർക്കമല്ല, കുടുംബ പ്രശ്നമല്ല, സത്യം ജയിക്കണം. അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ആരുമായി സംസാരിക്കുമ്പോഴും ഏത് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നമുക്കും ഉണ്ടാകേണ്ട ലക്ഷ്യം സത്യം നിലനിൽക്കണം. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ ക്രമീകരിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി റമദാനിൽ ശനി ഞായർ ദിവസങ്ങൾ നടന്ന ക്ലാസ് ഉണ്ട്. നാളെ മിസ്അബ് അസ്ലം ആണ് ക്ലാസ് എടുക്കുന്നത്. മറ്റന്നാൾ സഫ്വാൻ മദനി ആണ് ക്ലാസ് എടുക്കുന്നത്. നമ്മളെല്ലാവരും മറ്റുള്ളവരെ കൂടി എത്തിക്കുവാൻ ശ്രദ്ധ ഉണ്ടാവണം എന്ന് ഓർമ്മിക്കാം. ഏതായാലും നമ്മുടെ റമദാനിൽ ഖുർആൻ പാരായണം സജീവമായി മുന്നോട്ട് പോകുന്നുണ്ടാവും, പ്രാർത്ഥന സജീവമായിട്ടുണ്ടാവും, ഇസ്തിഗ്ഫാർ ഉണ്ടാവും, തൗബ ഉണ്ടാവും. ഈ 4 കാര്യങ്ങളും നാം ഒഴിവാക്കാൻ പാടില്ല. ബാക്കി ദിക്റും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ, റമദാനാകും പ്രത്യേകിച്ച്. പക്ഷേ പൊതുവെ ഒഴിഞ്ഞു പോകുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞത്. 1 ഇസ്തിഗ്ഫാർ, 2 തൗബ, 3 ഖുർആൻ പാരായണം. ഈ 3 നാം മറന്നു പോകാൻ പാടില്ല എന്നത് ബോധിക്കേണ്ടതാണ്. അവസാനത്തെ 10ലേക്ക് മാറ്റി വെക്കേണ്ടതല്ല ഇസ്തിഗ്ഫാറിനുള്ളത്. നാം ശ്രദ്ധിക്കാൻ ഓരോ മിനിറ്റും ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവസാനത്തെ 10 വരുമ്പോൾ നാം അതിന്റെ പ്രാർത്ഥനയും സ്വതക്കയും എഴുത്തിക്കാഫും ഒക്കെ അധികരിക്കാൻ ശ്രദ്ധിക്കണം. അവസാന 10ൽ മുഴുവൻ സമയവും എഴുത്തിക്കാഫ് ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കണം. സത്യത്തിൽ പൂർണ്ണമായും പടപ്പുകളോടുള്ള ഇടപാടുകൾ ഒഴിവാക്കി പടച്ചവരിലേക്ക് പൂർണ്ണമായും തിരിയലാണ് എഴുത്തിക്കാഫ്. അപ്പൊ എഴുത്തിക്കാഫ് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തില്, ഈ ടെക്നോളജി വളർന്ന കാലഘട്ടത്തിൽ മൊബൈലുകളും മറ്റൊക്കെ അമിതമായി ഉപയോഗിക്കുമ്പോൾ അതൊരു ശരിക്കും ഏതായാലും നമ്മൾ പൂർണ്ണമായും ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കണം. അതല്ലാതെ ഒരു രാത്രി എങ്ങനെയായാലും കഴിയുന്നത് പോലെ അവസാനത്തെ 10ൽ ആകുമ്പോഴേക്കും ഒന്നുകൂടി ഇതുവരെ ഉള്ളതിനേക്കാൾ ഒന്നുകൂടിയുള്ള ശക്തമായ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഓർപ്പിക്കാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊരു അധ്യാപകൻ മരണപ്പെട്ടു. രാവിലെ മകളുടെ പുതിയ വീടെടുക്കുന്നിടത്ത് മകളുടെ വീട്ടിൽ ടെറസിൽ കയറിയപ്പോ അറ്റാക്കായി താഴെ വീട് മരിച്ചു. സത്യം തിരിച്ചാണ് പറയേണ്ടത്, അറ്റാക്കായി മരിച്ചു, താഴെ വീണു. അല്ലെ, ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം. 55 വയസ്സുള്ള ഒരു മനുഷ്യൻ മരിച്ചു. അപ്പോ കഴിഞ്ഞ തൊട്ട് തലേന്ന് ഇഫ്താറിന് വേണ്ടി അദ്ദേഹം കുറെ സ്പോൺസറൊക്കെ ചെയ്തിരുന്നുണ്ട്. ഇത്രയുള്ള നമ്മുടെയൊക്കെ കഥ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥന, ഇസ്തിഗ്ഫാറും തൗബയും ഖുർആൻ പാരായണവും ഇതുവരെ ഉള്ളതിനേക്കാൾ ഒന്നുകൂടി നല്ല രൂപത്തിൽ ശക്തമായി ഉണ്ടാവണം എന്ന് ഓർമ്മിക്കണം. രൂപത്തിലുള്ള ഈമാൻ നമുക്ക് എല്ലാവർക്കും വരുമാനാവട്ടെ. അതോടൊപ്പം തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പള്ളിയുടെ ഫണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പരമാവധി നല്ല രൂപത്തിൽ ഇത് പോകുമ്പോൾ ബക്കറ്റിൽ എല്ലാവരും നിക്ഷേപിക്കണം. അതുപോലെ തന്നെ നല്ലൊരു രൂപ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ നിങ്ങൾ നിയ്യത്താക്കണം. പിന്നീട് കൊടുത്താലും മതി, പക്ഷെ തീരുമാനം ഇപ്പോഴും ഉണ്ടാവണം. അതിനനുസരിച്ച് ഉണ്ടാകുന്ന ഓർപ്പിക്കണം. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم اعز الاسلام والمسلمين
واذل الشرك والمشركين. اللهم احينا الكتاب والسنه وامتنا على الايمان والتوبه. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والحمد لله رب العالمين، وصلى الله على خاتم الانبياء والمرسلين وعلى اله وصحبه اجمعين وعلى من تبع الهدى الى يوم الدين.